ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓൾട്ടേഡ് കണ്ടൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു ഡൗട്ടെല്ലാം ചോദിച്ചിരിക്കുന്നത്. ഈ ഓൾട്ടേഡ് കണ്ടൻറ്റ് ഇത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഇത് കറക്റ്റായി കൊടുത്തിട്ടില്ല എങ്കിൽ എന്താണ് നമ്മുടെ ചാനലിന് സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയി നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസർ എല്ലാം യൂസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ എല്ലാം വരും. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൽ ഓൾട്ടേഡ് കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യെസ് ഓർ നോ എന്നെല്ലാം ഓപ്ഷൻ ലഭിക്കും. ഇതിൽ നമ്മൾ യെസ് ഓർ നോ ഇതിൽ ഏതാണ് കറക്റ്റായി വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ഓൾട്ടേഡ് കണ്ടന്റ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നോ എന്ന് സെലക്ട് ചെയ്യാം. ഇനി ഓൾട്ടേഡ് കണ്ടന്റ് ഉണ്ട് എങ്കിൽ ഇത് യെസ് എന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ എത്തരത്തിലുള്ള സെനാരിയോസിലാണ് നമ്മൾ ഇതെല്ലാം തന്നെ യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം നോക്കാം. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ട്, ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണോ എന്നതാണ്. എന്നാൽ ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അല്ല, ഇത് വന്നിട്ട് കുറച്ച് മാസങ്ങളെല്ലാമായി. ആദ്യം ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ മാത്രമാണ് ലഭിച്ചിരുന്നത്. അതായത് നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡിലെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം ലഭിച്ചിരുന്നത്. നിലവിൽ നിങ്ങൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ ഇനി നിങ്ങൾ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇത് കറക്റ്റായി ഫിൽ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുക. ഇത് ഒരുപാട് തവണ നിങ്ങൾ ഇൻകറക്റ്റായി എല്ലാം ഫിൽ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിനെ തീർച്ചയായും ബാധിക്കും. അതായത് നിങ്ങളുടെ വീഡിയോ റിമൂവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആകാനെല്ലാം ഇത് കാരണമാകും. കാരണം ഇത്തരത്തിൽ ഏതൊരു പുതിയ കാര്യങ്ങളും യൂട്യൂബ് കൊണ്ടുവരുന്നത് ഇതിലുള്ള ജെന്യൂനിറ്റി ഇത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സിനെല്ലാം കറക്റ്റായി മനസ്സിലാക്കുന്നതിനെല്ലാം വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഡു എനി ഓഫ് ദി ഫോളോയിങ് ഡിസ്ക്രൈബ് യുവർ കണ്ടന്റ് എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പോയിന്റ്സ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് മേക്സ് എ റിയൽ പേഴ്സൺ അപ്പിയർ ടു സേ ഓർ ഡു സംതിങ് ദാറ്റ് ദേ ഡിഡ്ന്റ് സേ ഓർ ഡു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില വീഡിയോസിലെല്ലാം ഒരു ഒറിജിനൽ വ്യക്തി അവർ പറയുന്ന രീതിയിൽ ചില വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാകില്ല. AI എല്ലാം ജനറേറ്റ് ചെയ്താണ് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം തന്നെ ഓൾട്ടേഡ് കണ്ടന്റ് എന്നതിലാണ് വരിക. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീഡിയോയിൽ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഓൾട്ടേഡ് കണ്ടന്റ് യെസ് എന്നതാണ് കൊടുക്കേണ്ടത്. അതുപോലെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾട്ടേഴ്സ് ഫൂട്ടേജ് ഓഫ് എ റിയൽ ഇവന്റ് ഓർ പ്ലേസ്. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഇവന്റ് ഇതിൽ നിങ്ങൾ ഓൾട്ടറേഷൻ എല്ലാം നടത്തുകയാണെങ്കിൽ അതുപോലെ ഈ ഒരു പ്ലേസ് ഇത് ഇവിടെയാണ് നടന്നിരിക്കുന്നത്, അതൊരു മറ്റൊരു ഭാഗത്താണ് എന്ന രീതിയിലെല്ലാം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഓൾട്ടേഡ് കണ്ടന്റ് എന്ന ഓപ്ഷനിലാണ് വരിക. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് നിങ്ങൾ കറക്റ്റായി ഇത് സെലക്ട് ചെയ്തിരിക്കണം. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജനറേറ്റ്സ് എ റിയലിസ്റ്റിക് ലുക്കിംഗ് സീൻ ദാറ്റ് ഡിഡ്ന്റ് ആക്ച്വലി ഒക്യുർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ ബുർജ് ഖലീഫയുടെ അടുത്ത് നിന്നാണ് വീഡിയോ എല്ലാം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റായി ബുർജ് ഖലീഫയുടെ ഒരു റിയലിസ്റ്റിക് ഇമേജ് എല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾ പറയുകയാണ് ഇപ്പോൾ കാണുന്നത് ബുർജ് ഖലീഫയുടെ അടുത്ത് നിന്നും ഞാൻ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്, അപ്പോൾ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് എന്നതിലാണ് വരിക. കാരണം സത്യത്തിൽ നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും റൂമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലേസിൽ നിന്നെല്ലാം ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ റിയലിസ്റ്റിക് ലുക്കിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഇത് റിയൽ ആണ് എന്ന തരത്തിൽ നിങ്ങൾ വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ ഓൾട്ടേഡ് കണ്ടന്റിലാണ് വരിക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും ഓൾട്ടറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ പലർക്കും കുറേ അധികം ഡൗട്ടുകളെല്ലാം വരാറുണ്ട്, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഇത്തരത്തിൽ യെസ് ഓർ നോ എല്ലാം കൊടുക്കേണ്ടത് എന്നത്. അതിനായി തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ വ്യൂ എക്സാമ്പിൾ എന്നൊരു ഓപ്ഷൻ കൂടി ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ എല്ലാം ഇതിനെക്കുറിച്ച് ലഭിക്കും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോസിൽ ഇതിൽ നമ്മൾ ഓൾട്ടേഡ് കണ്ടന്റ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് വലിയ രീതിയിലുള്ള ഓൾട്ടറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഡിസ്ക്ലോഷർ എല്ലാം ആഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡിസ്ക്ലോഷർ എല്ലാം ആഡ് ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങളുടെ വീഡിയോ എല്ലാം സേഫ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡസ് നോട്ട് റിക്വയർ
റിക്വയർ ഡിസ്ക്ലോഷർ ബൈ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്ലൈയിങ് ബ്യൂട്ടി ഫിൽറ്റേഴ്സ്, ഇത്തരത്തിൽ ഈ ബ്യൂട്ടി ഫിൽറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഡിസ്ക്ലോഷറിൻ്റെ ആവശ്യമില്ല. ഇനി സിന്തറ്റിക്കലി ജനറേറ്റിംഗ് ഓർ എക്സ്റ്റെൻഡിങ് എ ബാക്ക് ഡ്രോപ്പ് ടു സ്റ്റിമുലേറ്റ് എ മൂവിങ് കാർ. അപ്പോൾ നമ്മുടെ ബാക്ക് ഡ്രോപ്പിൽ ഒരു മൂവിങ് കാർ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ബാക്ക് ഡ്രോപ്പ് എല്ലാം സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്യുന്നു. ഇതിനും നിങ്ങൾക്ക് ഒരു ഡിസ്ക്ലോഷറിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ യൂസിങ് എഫക്റ്റ് ടു എൻഹാൻസ് പ്രീവിയസ്ലി റെക്കോർഡഡ് ഓഡിയോ, നമ്മുടെ ഓഡിയോ ഇത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെറിയ മാറ്റമെല്ലാം വരുത്തുകയാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിനും നിങ്ങൾ വീഡിയോയിൽ ഡിസ്ക്ലോഷർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായി ഇവിടെ പറയുന്നത് യൂസിങ് ആൻ AI ജനറേറ്റഡ് അനിമേഷൻ ഓഫ് എ മിസൈൽ ഇൻ എ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു മിസൈൽ അനിമേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ AI ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ മിസൈലിന് ഒരു അനിമേഷൻ എല്ലാം കൊടുക്കുകയാണ്. ഇതിനും നിങ്ങൾ ഈ ഒരു ഡിസ്ക്ലോഷർ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ എത്തരത്തിലുള്ള കണ്ടന്റ് ചെയ്യുമ്പോഴാണ് ഈ ഡിസ്ക്ലോഷർ എല്ലാം ആഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഡിജിറ്റലി ജനറേറ്റിംഗ് ഓർ ആൾട്ടറിങ് കണ്ടന്റ് ടു റീപ്ലേസ് ദി ഫേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് അനദേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളുടെ മുഖം ഇത് നമ്മൾ മാറ്റി മറ്റൊരാളുടെ മുഖം എല്ലാം AI ജനറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ കറക്റ്റായി നിങ്ങൾ ഡിസ്ക്ലോഷർ ആഡ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഇവിടെ ഫേസിലെല്ലാം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ ഡിസ്ക്ലോഷറിൽ ആഡ് ചെയ്യുക. ഇനി ഡിജിറ്റലി ഓൾട്ടറിങ് എ ഫേമസ് കാർ ചേസിങ് സീൻ ടു ഇൻക്ലൂഡ് എ സെലിബ്രിറ്റി ഹു വാസ് നോട്ട് ഇൻ ദി ഒറിജിനൽ ഫിലിം. ഇപ്പോൾ ഒരു കാറെല്ലാം ചേസ് ചെയ്യുന്ന രീതിയിൽ അതിലൊരു സെലിബ്രിറ്റി ഫേസ് എല്ലാം നിങ്ങൾ വെക്കുകയാണ്. എന്നാൽ ഇത് ഒറിജിനലായി ഉള്ള ഒരു കാര്യമല്ല എങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ AI ജനറേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിലെല്ലാം തന്നെ നിങ്ങൾ ഡിസ്ക്ലോഷർ എല്ലാം ആഡ് ചെയ്യണമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിമുലേറ്റിംഗ് ഓഡിയോ ടു മേക്ക് ഇറ്റ് സൗണ്ട് ആസ് ഇഫ് എ മെഡിക്കൽ പ്രൊഫഷണൽ ഗാവ് അഡ്വൈസ് വെൻ ദി പ്രൊഫഷണൽ ഡിഡ് നോട്ട് ആക്ച്വലി ഗീവ് ദാറ്റ് അഡ്വൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ ഇതിലൊരു മെഡിക്കൽ പ്രൊഫഷണൽ അഡ്വൈസ് കൊടുക്കുന്ന രീതിയിൽ റിയലിസ്റ്റിക് ആയി നമ്മൾ AI എല്ലാം യൂസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എല്ലാമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇതിൽ തീർച്ചയായും നിങ്ങൾ ഡിസ്ക്ലോഷർ ആഡ് ചെയ്തിരിക്കണം. ഇനി ഇവിടെ അടുത്തതായി ഷോയിങ് എ റിയലിസ്റ്റിക് ഡിപിക്ഷൻ ഓഫ് മിസൈൽ ഫയർ ടുവേർഡ്സ് എ റിയൽ സിറ്റി എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മിസൈൽ എല്ലാം ഒരു റിയൽ സിറ്റിയിലേക്ക് ഫയർ ചെയ്യുന്ന രീതിയിൽ വീഡിയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ ഡിസ്ക്ലോഷർ എല്ലാം തീർച്ചയായും നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡിസ്ക്ലോഷർ കൊടുക്കേണ്ട വീഡിയോസിന് തീർച്ചയായും നിങ്ങൾ ഡിസ്ക്ലോഷർ എല്ലാം കൊടുത്തതിന് ശേഷം മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്